ഹലോ, അസ്സലാമലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഷിയ ഓർക്കിഡ്സ് നിന്ന് മേടിച്ചതാണ്. ഞാൻ മേടിച്ച 3 പ്ലാന്റിൻ്റെ പൂവാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത് കേട്ടോ. നമുക്ക് പൂവ് കണ്ടല്ലോ, ഇനി പ്ലാന്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ. ഇപ്രാവശ്യം 3 പ്ലാന്റിനാണ് കേട്ടോ ഓർഡർ കൊടുത്തത്. അപ്പോൾ പ്ലാന്റൊക്കെ നമുക്കൊന്ന് കാണാം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ 3 പ്ലാന്റും നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കുക കേട്ടോ. ഫനലോപ്സിസ് അല്ലേ, വലിയ പ്ലാന്റുമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. ഇപ്രാവശ്യം വന്ന പ്ലാന്റുകളൊക്കെ വലിയ പ്ലാന്റ് ആയിരുന്നു. ഞാൻ ആദ്യത്തെ ഒരു ഒറ്റ പ്ലാന്റ് എടുത്തിരുന്നു. 575 രൂപ എന്ന് പറഞ്ഞല്ലോ. നല്ല പ്ലാന്റ് ആയിരുന്നു കേട്ടോ, നല്ല വലുപ്പമായിരുന്നേ. ഇപ്പം 3 എടുത്തിട്ടുള്ളത് കേട്ടോ. അതേ സെയിം പ്ലാന്റ് തന്നെയാണ് കാണിച്ചു തന്നിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കണ്ടാലും അറിയാം. നോക്കുക നമ്മളെന്തായാലും. നമ്മൾ എപ്പോൾ പ്ലാന്റ് വാങ്ങുകയാണെങ്കിലും പ്ലാന്റ് ഹെൽത്തി ആണോ എന്ന് നല്ലോണം നോക്കണം കേട്ടോ. ഹെൽത്തി ആയ പ്ലാന്റിലെ ഹെൽത്തി ആയ പൂക്കൾ വിരിയുള്ളൂ. നോക്കുകയാണെങ്കിൽ മുട്ടുള്ള പ്ലാന്റാണ്, നല്ല പ്ലാന്റാണ് കേട്ടോ. കണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് പറയല്ല, നല്ല പ്ലാന്റാണെന്ന് എൻ്റെ ലീഫൊക്കെ നോക്കി, അതിൻ്റെ റൂട്ടൊക്കെ മേലേക്ക് പൊന്തി നിന്ന് നല്ല സൂപ്പർ പ്ലാന്റാണ് കാണാൻ തന്നെ കേട്ടോ. മുട്ട് നല്ല ടിഷ്യൂ പേപ്പർ കൊണ്ടൊക്കെ പൊഞ്ഞ് വെച്ചിട്ടുണ്ട്. മുട്ടുണ്ട് കേട്ടോ. പാക്കിങ് നമുക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. പാക്കിങ് സൂപ്പർ തന്നെ. പ്ലാന്റ് ഒരിക്കലും നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ നാശാവില്ല. ഇന്നേ വരെ എനിക്ക് ഷിയാദിൻ്റെ പാക്കിങ്ങിൽ ഒരു പ്ലാന്റ് പോലും നാശമായിട്ടില്ല. പ്ലാന്റ് തന്നെ നല്ല അടിപൊളി പ്ലാന്റ്. നമുക്ക് ഇന്നേ വരെ കിട്ടിയിട്ട് ഒരു മോശം പ്ലാന്റ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഷിയാദിൻ്റെ അടുത്ത് കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് വരുത്തണല്ലേ, പ്ലാന്റ് കണ്ടു വരുത്തണമെന്നല്ലല്ലോ. പറയാതിരിക്കാൻ വയ്യ അവൻ്റെ പ്ലാന്റിൻ്റെ ഗുണം. ഇതിൻ്റെ ഒരു വലിപ്പം നോക്കുകയാണെങ്കിൽ അതിലേറെ. അതും മുട്ടുള്ള പ്ലാന്റാണ്, വലിയൊരു പ്ലാന്റ്. എത്രങ്ങാനും വലിപ്പാ. കണ്ടല്ലോ. അതും മുട്ടുണ്ട്, നല്ല വലുപ്പമുണ്ട്. 575 കൊടുത്താൽ എന്താ, നമ്മൾ എപ്പോൾ വാങ്ങുമ്പോഴും ക്യാഷ് അല്ല നോക്കേണ്ടത്. ക്യാഷ് എത്ര വാങ്ങി അതും അല്ല നോക്കേണ്ടത്. നമ്മൾ വാങ്ങുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള പ്ലാന്റ് എടുക്കാൻ നോക്കുക. അങ്ങനത്തെ പ്ലാന്റ് ആകുമ്പോൾ നമ്മളെ വീട്ടിൽ യാതൊരു കേടും ഇല്ലാണ്ട് നല്ല സൂപ്പറായിട്ട് വളരും. അതേസമയം കാശിൻ്റെ ആദായം നോക്കിയിട്ട് നമ്മൾ കുറച്ച് ഹെൽത്ത് ഇത് കുറഞ്ഞ പ്ലാന്റൊക്കെ ആയാൽ അത് വാങ്ങി വളർത്തി ഉണ്ടാക്കാനും പണിയേക്കാരം, പൂവിടാനും പണിയേക്കാരം, ഒക്കെ പ്രയാസമായിക്കാരം. എനിക്ക് 100ക്ക് 100 വിശ്വാസമാണ് ഷിയാദിൻ്റെ പ്ലാന്റ്. നമുക്ക് പറയാതിരിക്കാൻ വയ്യല്ലോ അത്. ആക്കണി 3ാമത്തെ പ്ലാന്റ്, അതിനും മുട്ടുണ്ട്. അതും നല്ല ലീഫൊക്കെ നല്ല കട്ടിങ്ങാനുമായിട്ട് നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ്. നല്ല സൂപ്പർ പ്ലാന്റ് കേട്ടോ. 3 പ്ലാന്റും പാക്ക് ചെയ്തതും കണ്ടില്ലേ നിങ്ങൾ. നല്ല സൂപ്പറായിട്ടാണ് പാക്ക് ചെയ്തേക്കണം. ഒരു ലീഫ് പോലും ഡാമേജ് ഉണ്ടോ നോക്കാണ്. ഫാമിൽ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കണില്ലേ, അതിലേറെ ഉഷാറുണ്ട് തോന്നും കണ്ടാൽ. വേണ്ടോ. മൂന്ന് പ്ലാന്റും അതാണ് അൺബോക്സ് ചെയ്തത്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. പൂ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ അവസാനം ഒന്നും കൂടി കാണിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തോളൂ കേട്ടോ. പ്ലാന്റ് എന്തായാലും സൂപ്പറാണ്.
ശരിക്കും കണ്ടോളി 3 പ്ലാന്റും അടിപൊളിയല്ലേ. ഇതാണ് ഞാനെടുത്ത പ്ലാന്റിൻ്റെ പൂവ് 3 ഇനി അവൻ്റെ അടുത്ത് വേറെയും പൂക്കളുണ്ട്. ഈ 3 പൂവ് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന പൂക്കൾ പിന്നെ അവൻ്റെ കയ്യിലുള്ളതാണ്. നിങ്ങൾ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളൂ കേട്ടോ. ഈ ജിഞ്ചർ ഗ്ലാവ് നല്ല പ്ലാന്റാണ് തോന്നുന്നു കേട്ടോ. മഞ്ഞമ്പല നല്ല ഡോട്ട്. ഈ ഫാൻസി ഫ്രീക്കിൾസ് ഇതിൻ്റെ അടുത്തുണ്ട്, പൂത്ത് നിൽക്കുന്നു. ഇത് നല്ല ഭംഗിയുണ്ട്. ഈ പ്ലാന്റുകളൊക്കെ അവൻ്റെ കയ്യിലുണ്ടൊക്കെ അതേപോലത്തെ ഹെൽത്തി ആയ നല്ല പ്ലാന്റുകളാണെന്നാണ് പറഞ്ഞത് കേട്ടോ. എല്ലാം വലിയ പൂവിൻ്റെ പ്ലാന്റുമാണ്. ഇനിയിപ്പോൾ വിരിയുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പൂക്കളൊക്കെ വന്നേക്കണത് വലിയ പൂവാണ് കാണിക്കണത്. ഇനിയിപ്പോൾ അത് വിരിയുമ്പോൾ എങ്ങനത്തെ പൂവാകുമെന്നൊന്നും നമുക്ക് പറയാനും പറ്റില്ല. പൂവുള്ളത് വാങ്ങുമ്പോഴേ പൂവ് ഏതാണെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ഇത് അവരെ കുറ്റമല്ലല്ലോ, അവർക്കും ഇപ്പം ഇങ്ങനെ തന്നെയല്ലേ വരുന്നത്. ടാഗ് ഇട്ടിട്ട് പൂവ് കാണിച്ചു കൊടുത്തിട്ടാണ് അവർക്കും വരുന്നത്. വിരിയുമ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. എല്ലാ പൂവും കണ്ടല്ലോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.